ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഈ കള്ളന് കഞ്ഞിവച്ചൻ എന്താ ഇവിടെ എന്നാലോചിക്കുമ്പോഴേക്കും വസന്തസേന ചിരിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ആ ജീവ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കാറിൽ നിന്ന് ഇറങ്ങിയ വഴി തന്നെയുള്ള അയാളുടെ ചോദ്യം കേട്ടപ്പോൾ ജീവനെ ചൊറിഞ്ഞു കയറി. അന്ന് കല്യാണത്തിന് കണ്ടതാണ്, പിന്നെ ഈ കക്ഷി വിളിച്ചിട്ടുള്ള കണ്ടിട്ടുമില്ല. അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയില്ല. ഇപ്പോഴും ഒന്നറിയാത്ത പോലെ വന്നിരിക്കുന്നു. ഞാൻ പിന്നെ ഇവിടെ വേറെ എവിടെ കാണാനാ? ഇത്തിരി ഇഷ്ടക്കേടോടെ ജീവൻ പറഞ്ഞപ്പോൾ വസന്തന്റെ മുഖമൊന്ന് വാങ്ങി. എന്നാലും അടുത്ത നിമിഷം തന്നെ അയാൾ ഒരു പൊട്ടിച്ചിരി വീണ്ടും മുഖത്ത് ഫിറ്റ് ചെയ്തു. അല്ലേ ജീവ, ഞാൻ ചോദിച്ചതേ തന്റെ ഒരേ ഒരു മാമന്റെ മോളുടെ കല്യാണമല്ലേ? അവർക്കൊരു സഹായത്തിന് താനൊക്കെയല്ലേ ഉള്ളൂ, അവിടെയൊന്നും പോയില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറയുമ്പോൾ അയാളുടെ മുഖത്തൊരു ആക്കിയ ചിരി ഉണ്ടായിരുന്നു. ജീവന പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു. മേഘയുമായിട്ടുള്ള കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന അയാളോട് പറഞ്ഞ അബദ്ധമായി പോയെന്ന് ജീവൻ അപ്പോൾ തോന്നി. പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല, താൻ പറയാതെ വേറെ ആരെങ്കിലും വഴി അയാൾ അറിഞ്ഞാൽ തന്റെ ഇമേജിന് കോട്ടം തട്ടുമോ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അയാളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ മൂക്കും ചൂണ്ട് കൂട്ടിപ്പിടിച്ച് ഇടിയിടിക്കാനാണ് തോന്നുന്നത്. ഓ ഇല്ല, എന്റെ കല്യാണം കഴിഞ്ഞ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല. അതൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പോയിട്ട് അവിടെ സഹായിക്കാം. വസന്തനും ജീവൻ വീണ്ടും ഒന്ന് കുത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ കുത്തുന്നതിൽ തന്നെ വസന്തൻ കാറിൽ നിന്ന് ഒരു പൊതിയെടുക്കുന്ന ജീവൻ കണ്ടു. ഒരു ജ്വല്ലറിയിലെ ഗോൾഡ് ബോക്സ് ആയിരുന്നു ആ പൊതി. അത് കണ്ടപ്പോൾ ജീവന്റെ കണ്ണുകളൊന്നും തിളങ്ങി. വസന്തനാള് കൊള്ളാലോ, പറഞ്ഞ സ്വർണ്ണം കാശൊക്കെ കൊണ്ടുവന്നായിരിക്കും. ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ കുറേയൊന്നും പറയണ്ടായിരുന്നു. ജീവന് ചെറിയൊരു നിരാശ തോന്നി. സാറില്ല, അയാൾക്ക് ഇതൊക്കെ കേൾക്കേണ്ടത് തന്നെയാ. അച്ഛനകത്തേക്കോ, ഞാൻ ആവണി വിളിക്കാം. പെട്ടെന്ന് എന്നെ മുഖമൊക്കെ മാറ്റി ജീവൻ ചിരിക്കുന്ന കണ്ടപ്പോൾ അവൻ തനിക്ക് പറ്റിയ മരുമകൻ തന്നെയാണെന്ന് വസന്തനെ ഒന്നുകൂടി ഉറപ്പിച്ചു. എത്ര പെട്ടെന്നാണ് സ്വഭാവം മാറി പറഞ്ഞ്. ആവണി, എടി ആവണി, ഉറക്കി വിളിച്ചുകൊണ്ടാണ് ജീവൻ അകത്തേക്ക് കയറിയത്. എന്താടാ? ആവണിയെ വിളിച്ചപ്പോൾ സുമതിയാണ് ഓടിക്കച്ച് വന്ന്. അമ്മയാണ് ആവണി. എന്തുകൊണ്ടോ ആവണി വിളിച്ചപ്പോൾ സുമതി ഓടി വന്നുള്ള നിൽപ്പ് ജീവൻ അത്രക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ദേ ചെറുക്ക, വെറുതെ എന്റെ വായിരിക്കുന്ന കേൾക്കാൻ നിൽക്കേണ്ട നീ. എന്തോ ജീവനെ ചീത്ത വിളിക്കാൻ പോയപ്പോഴാണ് സുമതി ജീവന്റെ പുറകിലൂടെ വരുന്ന വസന്തസേനെ കണ്ടത്. ഇയാളോ? ഇയാളെന്താ ഇവിടെ? വസന്തസേനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അടക്കി പിടിച്ച സുമതി ജീവനോട് തിരക്കി. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് ജീവൻ കണ്ണുകൾ കൊണ്ട് അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചു. അതോടുകൂടി സുമതിയുടെ ഭാവം മാറി. വിടർന്ന് ശരിയാവുടെ മുഖത്ത് നിറഞ്ഞു. ആ ആരിത്? വായു, എന്താ ഹേമയെ കൊണ്ടുവരാണ്ടിരുന്നത്? അവള് വന്നില്ല, ഇനിയിപ്പോ ഇവരെ വിരുന്നിന് വിളിക്കാൻ വരുമ്പോ അവള് വരും. ആ ഇടത്തോടെ സുമതിയും ജീവനും ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. വസന്തന്റെ കയ്യിൽ തങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഉണ്ടെന്ന്. ആവണി, മോളെ ആവണി. സ്നേഹത്തോടെ സുമതി നീട്ടി വിളിച്ചപ്പോൾ ജീവന് ചിരിപൊട്ടി വരുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എടി പോടി മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. ഇപ്പൊ ഓരോന്നും കിട്ടുന്നതായപ്പോ മോളെ എന്ന്. തേങ്ങ ചിരികയായിരുന്ന ആവണി സുമതി എന്ന് പ്രായിക്കൊണ്ട് തേങ്ങാമുറി ചിരയുടെ അടുത്ത് തന്നെ ഇട്ടിട്ട് ഹാളിലേക്ക് നടന്നു. അവളെ കണ്ടപ്പോൾ വസന്തസേനൻ ചിരിക്കുന്നുണ്ട്. ആൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അച്ഛനെപ്പോ വന്നു? ദേ ഇപ്പൊ വന്ന് കയറിയതുള്ളൂ മോളെ. പിന്നെയൊന്നും ചോദിക്കാല്ലാത്ത പോലെ അവൾ നീങ്ങി നിന്നു. ആവണി മോളെ, അച്ഛന് ചായ എടുത്തോണ്ട് വാ. സുമതി പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ ആവണി ചായ എടുക്കാനായി പോയി. അപ്പൊ ജീവ, ഞാൻ വന്നതേ ദാ ഇത് തരാനാ. കാറും വൈകാതെ എത്തും, അതിനെനിക്ക് കുറച്ച് സമയം കൂടെ വേണം. ആ കുഴപ്പമില്ല, അത് മതി. കാറ് പിന്നെയാലും മതി. കാറിപ്പോ തൽക്കാലം ഒരെണ്ണുണ്ടല്ലോ, ഇപ്പൊ പണത്തിന് ആവശ്യം. ജീവൻ വസ്ത്രം കൊടുത്ത പൊതി തട്ടിപ്പറിച്ച പോലെ വാങ്ങിയെടുത്തു. സുമതി അതിലേക്ക് ആർത്തിയോടെ നോക്കി. പക്ഷെ അത് തുറന്നു നോക്കിയപ്പോൾ ജീവന്റെ മുഖമാകെ മങ്ങി. ഇനിയും ആ കവറിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൻ വീണ്ടും വീണ്ടും അത് കൊട്ടി നോക്കി. ഇതെന്താ ഇത്? കയ്യിലുള്ള ജ്വല്ലറി ബോക്സ് പൊക്കി പിടിച്ചുകൊണ്ട് ജീവൻ വസന്തസേനോട് ചോദിച്ചു. എന്താണെന്നോ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗോൾഡ് കോയിനാ. ജീവൻ അത് കേട്ടപ്പോൾ ആ ബോക്സ് ഓഫിലേക്ക് വലിച്ചെറിഞ്ഞു. അത് മനസ്സിലായി, ഞാൻ അതല്ലേ ചോദിച്ചു. ഈ 10-15 ഗോൾഡ് കോയിൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണെന്ന്? 15 അല്ല, 25 കോയിൻ ഉണ്ട്. ഓരോ പാവം വരുന്ന ഓരോ കോയിനുകൾ. അപ്പൊ 25 പവനായി. ഇനിയിപ്പോ കാറും കൂടിയല്ലേ ഉള്ളൂ, അത് നമുക്ക് പതുക്കെ ശരിയാക്കാം. എന്താ? വസ്ത്രസേന എല്ലാവരെയും ഒന്നും കെറുപാടെ നോക്കി. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? തീ പിടിച്ച വിലയാ. ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്ക് ചെയ്യുക. ഇനി എന്താണെന്ന് വെച്ചാൽ അയക്കോ. എന്റെ ദൈവമേ, എത്ര ദിവസമായി ഈ സമാധാനിക്കേട് തുടങ്ങിയിട്ട്. താൻ കൊണ്ടുവന്ന സ്വർണം ജീവനെ സമ്മതിക്കുന്ന വലിയ തൃപ്തിയായിട്ടില്ലെന്ന് മനസ്സിലാക്കിയ വസ്ത്രസേനൻ പറഞ്ഞുകൊണ്ടിരുന്നു. ജീവനാണെങ്കിൽ ആകെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ആധാരം എടുക്കണം, കുറിക്കമ്പനിക്ക് പൈസ കൊടുക്കണം, അമ്മയുടെ സ്വർണം എടുക്കണം. ഇതെല്ലാം കൂടെ വിറ്റുപറിക്കാൽ ഒന്നിനും ആവില്ല. ഇതൊന്നുമല്ലാതെ അത്ര മോശമല്ലാത്ത തുകയുടെ കടമായിട്ട് കിടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ വസന്തസേനൻ കാശിരില്ലെന്നോർത്ത് ആഡംബരമായിട്ട് തന്നെയാണ് കല്യാണം നടത്തിയത്. എല്ലാം കടം തന്നെയാണ്. അപ്പോഴേക്ക് ആവണി ചായയുമായി അങ്ങോട്ടേക്ക് എത്തി. എന്തോ ആവണി അയാളുടെ മുമ്പിലിട്ട് ചവിട്ടിക്കൂട്ടാനാണ് ജീവൻ അന്നേരം തോന്നിയത്. അല്ല വസന്ത, നിങ്ങൾ പെണ്ണിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇതാണോ പൊക്കിക്കൊണ്ടുവന്ന്? അയാൾ കൊണ്ടുവന്നത് തങ്ങൾക്കൊന്നും ആവില്ലെന്ന് തിരിച്ചറിവിൽ സുമതി ദേഷ്യത്തോടെ വസന്തസേനോട് ചോദിച്ചു. ആഹാ, നിങ്ങളെ ആളുകൊള്ളാലോ, പൊക്കിക്കൊണ്ടുവന്നെന്നോ? ഈ കൊണ്ടുവന്നതേ മരത്തിലെ ഇല പറിച്ചു കൊടുത്താൽ കിട്ടുന്നതല്ല, കാശ് എണ്ണി കൊടുത്ത് കിട്ടിയതാ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നോ ഇത്ര സ്വർണ്ണം ഇത്ര കാശൊക്കെ തരാന്ന്?
അത് കേട്ടപ്പോൾ സുമതി ജീവനും പരസ്പരം നോക്കി. ശരിയാണ് വസന്തം പറയുന്നു. ഇത്ര സ്വർണം തരാമെന്നോ പൈസ തരാമെന്നോ പറഞ്ഞിട്ടില്ല. കാറും പൈസയും സ്വർണവും അങ്ങനെ മാത്രമേ അയാൾ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അയാളുടെ നിലയും വിലയും വെച്ച് താനും അമ്മയൊക്കെയാണ് ഒരുപാട് കിട്ടുമെന്ന് കരുതിയത്. പക്ഷെ അയാൾ ഇങ്ങനെ കൊണ്ട് തുളക്കുമെന്ന് വിചാരിച്ചില്ല. സ്വർണം കല്യാണത്തിൻ്റെ തന്നു. ഇപ്പൊ കൊണ്ടുവന്ന ഗോൾഡ് കോയിന് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഇതിൽ കൂടുതലൊക്കെ തരണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ കുറെ അക്കിടികൾ പറ്റി. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊട്ടെ, പിന്നെ കാറ് ഞാൻ എപ്പോഴെങ്കിലും എത്തിക്കാം. എന്താ ജീവ, സന്തോഷമായില്ലേ? വസന്തം വലിയ കാര്യത്തിൽ ചോദിക്കുന്ന കേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാനാവാതെ ജീവൻ പല്ലിയടിച്ച് നിന്നു. അയാൾ ശരിക്കും കളിപ്പിച്ചു തന്നെയാണ്. ഇനി കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച്. അവരുടെ സംസാരം കഴിയട്ടെ എന്ന് കരുതി ചായയുടെ ട്രെയിൻ പിടിച്ച് നിൽക്കായിരുന്നു ആവണി. വർത്തമാനവും നിന്നപ്പോൾ സുമതിയുടെ അടുത്ത് ചായം കൊണ്ട് ചെന്നപ്പോൾ സുമതി കനപ്പിച്ചിരുന്ന ഓട്ടമാണ് അവൾക്ക് തിരികെ കൊടുത്ത്. കൂടുതലും നിർബന്ധിക്കാൻ നിൽക്കാതെ അവൾ വസന്തന്റെ അരികിലേക്ക് ചെന്നു. അയാൾ ഒരു കപ്പ് ചായ എടുത്തു. എന്താ മോളെ, നിനക്ക് സുഖം തന്നെയല്ലേ? വസന്തൻ ആവണിയുടെ കുശലം തിരക്കി. ആ സുഖ, അച്ഛന്റെ സഹായം കൊണ്ട് സുഖം കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ. സുമതിയും ജീവനും കേൾക്കാത്ത വിധത്തിൽ സ്വരം താഴ്ത്തി ആവണി പറഞ്ഞപ്പോൾ വസന്തനെ കേൾക്കാത്ത പോലെ ഇരുന്നു. അവൾ പിന്നെ ജീവന്റെ അടുത്തേക്ക് ചായമായി ചെന്നു. ഉള്ളു തിളച്ച് മറിയുകയായിരുന്നു. അവനൊരു കപ്പ് ചായ എടുത്തു. ആലോചനയോടെ ഒരു കവൾ ചായ കുടിച്ചു. പെട്ടെന്ന് ആ ചായക്കപ്പ് ഹാളിലേക്ക് വലിയ ശബ്ദത്തിൽ നീട്ടിയെറിഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ മൂന്നുപേരും ഞെട്ടിപ്പോയി. എന്താ ഏട്ടാ, എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? കൊണ്ടുപോടി നിന്റെ മറ്റേടത്തൊരു ചായ. എനിക്ക് പല്ല് വേദനയുള്ളത് എനിക്ക് അറിയാൻ പാടില്ലേടി. തിളച്ച ചായയും തന്നിട്ട് അതൊന്നുകൂടെ കൂട്ടാൻ നോക്കില്ലേടി നീ? ജീവൻ അലറിയപ്പോൾ അവന് പേടിച്ചു വരച്ച് നിന്നു. വളർത്തി വെച്ചിരിക്കാൻ മോളെ, 10 പൈസയുടെ ബോധമില്ലാത്ത എടുത്തോണ്ട് പോടി. നിലത്തെടുക്കുന്ന കപ്പിന്റെ അവശിഷ്ടങ്ങൾ നോക്കി സുമതിയും കൂടെ ചേറി. വസന്തന്റെ മുഖത്തേക്ക് ആവണിയപ്പോൾ പുച്ഛത്തോടെ നോക്കി. അയ്യോ മോളെ, അവന് വേദനയുള്ള അറിയാവുന്നല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ജീവ. ഇനിയിപ്പോ ഇത്രയൊക്കെ ആയില്ലേ, വിരുന്നെന്നും പറഞ്ഞ് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സൗകര്യം പോലെ രണ്ടാളും കൂടി അങ്ങോട്ട് ഇറങ്ങി. ആളെയും കൂട്ടി വന്നാൽ ജീവനും സുമതി അപമാനിക്കുന്ന ചെറിയൊരു തോന്നൽ വസന്തനുണ്ടായി. അതുകൊണ്ട് അയാൾ നൈസായിട്ട് അവിടുന്ന് ഊരിപ്പോന്നു. വസന്തൻ ഇറങ്ങിപ്പോക്കേണ്ട ആവണിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തന്റെ അച്ഛനെ അവൾക്ക് നല്ലതുപോലെ അറിയാം. കാര്യം കഴിഞ്ഞ് കൈ കഴുകാൻ ഇതുപോലൊരു മിടുക്കം വേറെ ആരുമില്ലെന്ന് അവൾക്കറിയാം. നിലത്ത് വീണ് കിടക്കുന്ന കപ്പിന്റെ അവശിഷ്ടങ്ങൾ തന്നെ നോക്കി ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഇങ്ങനെയൊക്കെ സഹിക്കാൻ മാത്രമുള്ള പാപമൊന്നും താൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ തള്ളയുടെയും അതിന്റെ ആട്ടും പേടി ജീവിക്കാനും തീരുമാനിച്ചിട്ടില്ല. വരട്ടെ, നോക്കാം ഇതെവിടം വരെ പോകുമെന്ന്. ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ട് ആ ചില്ലി കഷ്ണങ്ങൾ വാരിയെടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നാളെയാണ് സിദ്ധാർത്ഥിന്റെയും മേഘയുടെയും കല്യാണം. മേഘയുടെ വീട്ടിൽ കല്യാണത്തലേന്ന് വിരുന്നിറക്കുകയാണ്. അതിഥികൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. കൂട്ടുകാരികളൊക്കെ വന്നുകൊണ്ട് അപ്പു അമ്മ അവരുടെ കൂടെയാണ്. ജീവന്റെ കല്യാണത്തലേന്ന് അവിടുന്ന് മേഘ ഒഴിച്ച് എല്ലാവരും വന്നുകൊണ്ട് തലേന്ന് പോകാൻ സുമതിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നെങ്കിലും അങ്ങോട്ടേക്ക് പോവേണ്ടി വന്നു. രാഘവനും അയാളുടെ ഷാപ്പിലെ കൂട്ടുകാരൊക്കെ കല്യാണ വീടിന്റെ പറമ്പിലൊരു മൂലയിലായിരുന്നു. കല്യാണത്തിന് ചെലവ് താളിയായെന്നും പറഞ്ഞ് സുധാകരന്റെ പിന്നാലെ രാഘവന് സുധാകരൻ കുറച്ച് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആഘോഷമാണ് പറമ്പിന്റെ മൂലയിൽ കൂട്ടുകാരോടൊപ്പം രാഘവൻ നടത്തുന്നത്. സുമതി ഇറങ്ങിയപ്പോൾ ജിനിയോടെ പുറകെ ആവണിയും മേഘയുടെ വീട്ടിലേക്ക് ഇറങ്ങി. സുമതി നേരെ ചെന്ന് മേഘയുടെ അടുത്ത് പറ്റിക്കൂടി. അവളുടെ വളകളും മാലകളും ഒക്കെ പിടിച്ചു നോക്കി നിന്നു. വാ ജിനി. ജിനിയെ കണ്ടപ്പോൾ മേഘ സ്നേഹത്തോടെ അവൾ അടുത്തേക്ക് വിളിച്ചു. അപ്പോഴാണ് പുറകെ നിൽക്കുന്ന ആവണിയെ മേഘ കണ്ടത്. പണ്ട് സ്കൂളിലേക്ക് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അന്നേ വലിയ സൗഹൃദമൊന്നുമില്ല. കണ്ടാൽ ചിരിക്കും, അത്രമാത്രം. ആവണി ഉണ്ടായിരുന്നോ? എന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്നളഞ്ഞ് ഇങ്ങോട്ടേക്ക് വായോ? മേഘ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചപ്പോൾ ആവണിയും ജിനി അവിടെ അടുത്തേക്ക് ചെന്നു. ആവണിയെ കണ്ടപ്പോൾ സുമതി ഒന്ന് മുഖം കൂട്ടി. ഇതെന്താ മോളെ, സ്വർണ്ണമൊന്നും ഇട്ടിട്ടില്ലേ? ഇപ്പോഴും മണവാട്ടി തന്നെയാണ് കേട്ടോ. കഴുത്തിലാകെ കിടന്ന താലിമാലയും കയ്യിൽ 2 നേർത്ത വളയും ഒരു കുഞ്ഞു കമ്മലും കണ്ട് അപ്പുറത്തെ വീട്ടിലെ വലിയ മോഹൻ ആവണിയോട് ചോദിച്ചു. അവൾക്ക് സ്വർണ്ണമൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെന്നേ. സുമതി വേഗം ഇടക്കേറി. തന്റെ മാലകളും വളകളും ഒക്കെ സുമതിയുടെ കഴുത്തിലും കൈകളിലും ഒക്കെ കിടക്കുന്ന അന്നേരം ആവണിയൊന്ന് നോക്കിപ്പോയി. അവരോട് മേഘ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിൽക്കുമ്പോഴാണ് ഹസ്നയും കുട്ടികളും വന്ന്. ഹസ്ന മേഘയുടെ കയ്യിലേക്ക് ഒരു ബോക്സ് വെച്ച് കൊടുത്തു. തുറന്നു നോക്കിയപ്പോൾ ഒരു നെക്ലസും അതിനോട് യോജിച്ച കമ്മലും മോതിരങ്ങളുമായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം നല്ല വിലപിടിപ്പുള്ളതാണെന്ന്. ഇതെന്തിനാ ഹസ്നത്ത ഇതൊക്കെ കൊണ്ടുവന്ന്? മേഘ ഹസ്നയെ നോക്കി പരിഭവിച്ചു. നിനക്കല്ല ഇതൊക്കെ ഞാൻ ആർക്കാ കൊടുക്കുക വേണ്ടേ? ഹസ്ന മേഘയുടെ കവളിൽ അരുമയോടെ ഒന്ന് ചുംബിച്ചു. എല്ലാം കണ്ട് അസൂയയോടെ നിൽക്കുകയാണ് സുമതി. നിനക്കൊന്നും ആരുമില്ലടി ഇങ്ങനെയൊക്കെ കൊണ്ടുതരാൻ. അതോ നിന്റെ ചതിയം തന്ന മാത്രമേ ഉള്ളൂ നിനക്ക്? ആ ദേഷ്യം മുഴുവൻ സുമതി ആവണിയുടെ നേരെ തീർത്തു. ആവണി ഒന്നും മിണ്ടാതെ മേഘയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യവതി ഈ തള്ളയുടെയും മോന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടല്ലോ. കൃത്യമായിട്ട് അതിന്റെ തലയിലേക്ക് വന്ന് വീഴുകയും ചെയ്തു. അല്ലെങ്കിലും പെൺകുട്ടികളുടെ ഭാഗ്യം പെരുവഴിയിലാണെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര ശരിയാണ്. എല്ലാവരും പോയിട്ടും ജീവൻ മാത്രം വീട്ടിൽ തനിച്ചിരുന്നു. സുമതി രാഘവനൊക്കെ അവനോട് പറഞ്ഞിരുന്നു വരാൻ. പേടിച്ചു വരച്ചാണെങ്കിൽ ആവണിയും പറഞ്ഞു. ഇന്ന് വരുന്നില്ല, നാളെ കല്യാണ ഓഡിറ്റോറിയത്തിൽ വരാമെന്ന് പറഞ്ഞ് ജീവൻ അവരെയൊക്കെ പറഞ്ഞു വിട്ടു. അന്ന് വെറുതെ ഒരു ആവശ്യമില്ലാതെയാണ് അവളുടെ മെക്കിട്ട് കയറാൻ പോയത്.
അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേഘയുടെ അടുത്ത് പറ്റിക്കൂടാമായിരുന്നു. ഇതിപ്പോൾ അവളിനെ അവിടെ ഏഴാലത്തേക്ക് അടുപ്പിക്കില്ല. നിരാശയോടെ അവൻ അപ്പുറത്തെ വീട്ടിലെ വെളിച്ചങ്ങളിലേക്കും ബഹളങ്ങളിലേക്കും ഒക്കെ കണ്ണും നട്ട് ഇരുട്ടിൽ തന്റെ വീട്ടിലിരുന്നു. ആ വീട്ടിൽ പടർന്ന ഇരുട്ട് തന്റെ ജീവിതത്തിലും പടർന്ന പോലെ അവന് തോന്നി. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ആഘോഷങ്ങൾ പൊടിപിടിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ ചെന്നൈയിലുള്ള ഫ്രണ്ട്സൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു. തറവാടിന്റെ പുറത്തുള്ള വലിയ കളപ്പുരയാണ് അവർക്ക് താമസിക്കാനായി ഏർപ്പാട് ചെയ്തു കൊടുത്തത്. പുറത്തെ മേളങ്ങളൊക്കെ നോക്കി വീടിന്റെ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു വൈദേഹി. വയ്യ, ഇനി ഒന്നിനും വയ്യ, ശരീരമാകെ തളരുന്ന പോലെ. ഇത്ര നോവാണ് സിധുവിന്റെ കല്യാണം കാണുകയെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊന്നും ഞാൻ തുനിയില്ലായിരുന്നു. വൈദേഹി നിരാശയോടെ ഓർത്തു. ചേച്ചി എന്താ അങ്ങോട്ട് വരാത്ത? അനഘയാണ്, അമ്മയുടെ അനിയത്തിയുടെ പേരക്കുട്ടി. ഞാൻ വരാം, അങ്ങോട്ടേക്ക് പോയിക്കോ. കുറച്ച് രൂക്ഷമായിട്ടാണ് വൈദേഹി അങ്ങനെ പറഞ്ഞ്. ഭൈരവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കരുതെന്ന്. ബലിരൂപി ആൾക്ക് സ്വപ്നത്തിൽ നേരത്തെ തന്നെ ദർശനം കൊടുത്തിരുന്നു. പുണ്യബലിക്കുമ്പോൾ പല പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും മനസ്സിലാകുമോ എന്ന് അയാൾക്ക് നേരിയ ഭയമുണ്ടായിരുന്നു. വീട്ടിലെ രഹസ്യങ്ങൾ പുറത്തു പോകുന്ന കാരണമാണ് സഹായത്തിനായി ഒരു സ്ത്രീയെ പോലും വീട്ടിൽ വെക്കാത്തത്. വൈദേഹി അങ്ങനെ പറഞ്ഞെങ്കിലും അനഘ പോകാതെ വൈദേഹി നിൽക്കുന്നിടത്തേക്ക് വന്നു. വാ ചേച്ചി, പേരമ്മ പറഞ്ഞു വിട്ട തന്നെ. അവിടെ ചേച്ചി മാത്രമേ ഇല്ലാത്ത, ബാക്കി എല്ലാവരും ഉണ്ട്. അതുമാറി സ്നേഹത്തോടെ അനഘ വൈദേഹിയുടെ കയ്യിൽ പിടിച്ചു. നിന്നോടല്ലേടി ഞാൻ പറഞ്ഞ അങ്ങോട്ടേക്ക് വരാന്ന്, ഇറങ്ങി പോടി ഇവിടുന്ന്. പിന്നെ അനഘ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ വൈദേഹി സമനില തെറ്റി അലറി. പെട്ടെന്നുള്ള വൈദേഹിയുടെ അലർച്ചയിൽ അനഘയാകെ പേടിച്ചു പോയി. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവൾ ഓടിപ്പോവുകയും ചെയ്തു. വൈദേഹി അത് കണ്ട് തന്നെ നെറ്റിക്കടിച്ചു. വൃത്തിയിട്ട പെണ്ണ്, ഇപ്പൊ എല്ലാവരോടും ചെന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ അവളെ ചീത്ത പറഞ്ഞു എന്ന്. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചു വരും. അച്ഛന് ചിലപ്പോൾ ദേഷ്യം വരും. അതിന് നിൽക്കേണ്ടെന്ന് കരുതി വൈദേഹി താഴെ ഇറങ്ങി തറവാട്ടിലേക്ക് ചെന്നു. അതിൽ നിറയെ പൂത്ത് നിൽക്കുന്ന ചെമ്പരത്തി കാടുകൾക്കടുത്തെത്തിയപ്പോൾ നേരത്തെ വിചാരിച്ച പോലെ തന്നെ അനഘ സിദ്ധാർത്ഥിന്റെ അടുത്ത് കരഞ്ഞെന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈദേഹി വരുന്ന കണ്ടപ്പോൾ അനഘ സിദ്ധാർത്ഥിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി. സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട് നടന്നു വരുന്ന വൈദേഹിയാണ്. നീ ഒന്ന് നിന്നേ, നീ എന്തിനാ കൊച്ചിന് ചീത്ത പറഞ്ഞേ? സിദ്ധാർത്ഥനെ നോക്കുന്ന കണ്ടിട്ടും അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നീങ്ങിയ വൈദേഹിയെ സിദ്ധാർത്ഥ് പിടിച്ചിർത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ ആരെയൊക്കെ ചോദിക്കാൻ? തീ പാർന്ന കണ്ണുകളോടെ വൈദേഹി സിദ്ധാർത്ഥനെ തറപ്പിച്ചു നോക്കി. നിന്റെ സാമർത്ഥ്യമൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. നിന്റെ ഭ്രാന്തം കൊണ്ട് വെറുതെ കുട്ടികളെ പിടിച്ച് ചീത്ത പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം വൈദേഹി. അത് കേട്ടതും 2 സെക്കൻഡോളം അവനെ നോക്കിയതിനു ശേഷം വൈദേഹി സിദ്ധാർത്ഥിനെ കടന്നു പിടിച്ചു. ആളുടെ പ്രവൃത്തി പെട്ടെന്നായതിനാൽ സിദ്ധാർത്ഥ് എന്താണ് സംഭവിക്കുന്ന അറിയാതെ ഒരു നിമിഷം നിന്നുപോയി. സിദ്ധാർത്ഥിനെ കടന്നു പിടിച്ച വൈദേഹി അവനെ ആഞ്ഞു പുണർന്നു. ആളുടെ നീണ്ടഴിഞ്ഞ മുടിയും വിരിച്ചിട്ട പട്ടുസാരിയുമെല്ലാം അവന്റെ മേൽ വന്ന് പതിച്ചു. ഒപ്പം അവന്റെ കാഴ്ചയും മറച്ചു. സിദ്ധാർത്ഥന്റെ ഉള്ള ശക്തിയിൽ തള്ളി മാറ്റിയിട്ടും അവൾ നീങ്ങുന്നുണ്ടായിരുന്നില്ല. ശക്തിയിൽ കെട്ടിപ്പിടിച്ച കൂടാതെ അവൾ അവന്റെ കഴുത്തിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങി. വലത് കഴുത്തിന്റെ ഭാഗത്തായി പല്ലുകൾ ആഴത്തിൽ അമർത്തി. ആദ്യം ചെറുതായി തുടങ്ങിയ വേദന സമയമെടുക്കുന്തോറും സിദ്ധാർത്ഥന് തന്റെ ജീവൻ പറയുന്ന പോലെ വേദന തോന്നി. വേദന കൊണ്ട് വീണ്ടും ശക്തിയിൽ തള്ളിയപ്പോൾ രണ്ടുപേരും കൂടെ ചെമ്പരത്തി ചെടികൾക്കിടയിലൂടെ മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ വൈദേഹി അവന്റെ മേലുള്ള പിടിവിടുകയും ചെയ്തു. സിദ്ധാർത്ഥിനേക്കാൾ ആദ്യം എഴുന്നേറ്റ വൈദേഹിയായിരുന്നു. എന്റെ ഭ്രാന്ത് നീയാണ് സിദ്ധു, നീ എന്റെയാണ് സിദ്ധു, എന്റെ മാത്രം. ഈ വാക്കുകൾ ഓർത്തു വെച്ചോ നീ. ഈ വാക്കുകൾ ഓർമ്മയിൽ വെച്ച് മാത്രം മുന്നോട്ടേക്ക് ഇനി പോയാൽ മതി. ചൂണ്ടുവിരൽ ചൂണ്ടി സിദ്ധാർത്ഥിനോട് അത്രയും പറഞ്ഞുകൊണ്ട് കാറ്റുപോലെ വൈദേഹി അവിടെ നിന്നും പോയി. കഴിഞ്ഞ നിമിഷങ്ങളെ ഓർത്തുള്ള പകപ്പിലായിരുന്നു സിദ്ധാർത്ഥ്. എന്താണ് അവൾ ചെയ്തിട്ട് പോയത്? സ്നേഹിക്കുന്ന കാലത്ത് പോലും ഒരു പരിധിയിൽ കൂടുതൽ തൊടാൻ പോലും അവൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ളവളാണിപ്പോൾ കഴുത്തുവല്ലാതെ വേദനിക്കുന്നു. നീറുന്ന ഭാഗത്ത് തൊട്ടു നോക്കിയപ്പോൾ രക്തം കിനിയുന്ന പോലെ. അവൾ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ നിമിഷങ്ങൾ ഓർക്കുന്നവരും സിദ്ധാർത്ഥിന് വൈദേഹിയോട് വല്ലാത്ത വെറുപ്പ് തോന്നി. ആളുടെ പിന്നാലെ ചെല്ലാനും പിടിച്ച് 2 എണ്ണം പൊട്ടിക്കാനും അവന്റെ ഉള്ളിൽ വല്ലാത്ത ത്വര വന്നു. പിന്നെ നാളെ തന്നെ കല്യാണമാണെന്ന് ഓർത്തപ്പോൾ സ്വയം സംയമനം പാലിക്കുകയും ചെയ്തു. വന്ന അതിഥികളോടൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ച് ഷർട്ടിന്റെ കോളർ നന്നായി പൊക്കി വെച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സിദ്ധാർത്ഥ് വേഗം തന്നെ മുറിയിലേക്ക് പോയി. വലിയ നിലക്കണ്ണാടിൽ കോളർ മാറ്റി നോക്കിയപ്പോൾ കണ്ടു അവൾ കടിച്ച ഭാഗം നീലിച്ച് കിടക്കുന്നു. ആ അടയാളം നോക്കി അവൻ വിഷണ്ണനായി നിന്നു. വല്ലാത്തൊരു ഇരുളിമ വന്ന് മനസ്സിൽ നിറയുന്ന പോലെ. റൂമിന്റെ പുറത്തിറങ്ങിയപ്പോൾ ബന്ധുക്കളുടെ അടുത്ത് വൈദ്യയിരിക്കുന്ന സിദ്ധാർത്ഥ് കണ്ടു. അവനെ കണ്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. ഒരു യക്ഷിയാണ് തന്നെ മുന്നിൽ നിന്ന് ചിരിക്കുന്നെന്ന് ആ നിമിഷം അവന് തോന്നി. ഇത്രയും നാൾ താൻ നെഞ്ചിലേറ്റ് നടന്നിരുന്നവളല്ല ഇപ്പോൾ മുന്നിലുള്ളത്. സ്വന്തം കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ പോകുന്നവൾ. തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിനാണ് അവൾ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് എന്നാണ് ഇവളുടെ ഉദ്ദേശം. എത്രയോ തവണ ഞാനും അച്ഛനൊക്കെ ഇവളോട് പറഞ്ഞതാണ്. അപ്പ അവൾക്ക് എങ്ങുമില്ലാത്തൊരു ജാതക കഥ. എന്നിട്ടിപ്പോൾ എല്ലാവരും കരക്കെടുത്തപ്പോൾ ഭീഷണിയുമായി വന്നിരിക്കുന്നു. ജീവിക്കാൻ സമ്മതിക്കില്ല പോലും. വെളച്ചിലും കൊണ്ട് ഇങ്ങോട്ട് വാ, വെച്ചിട്ടുണ്ട് ഞാൻ. സിദ്ധാർത്ഥ് വൈദേഹി നോക്കി പല്ലടിച്ചു. അവളും അവൻ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ പല്ലടിക്കുന്ന കണ്ടപ്പോൾ വൈദേഹി അവനെ ഉമ്മ വെക്കുന്ന പോലെ ചുണ്ടുകൾ കൂർപ്പിച്ച് കാണിച്ചു. അതുകൂടെ കണ്ടതോടെ വെറുപ്പോടെ അവളെ നോക്കിയൊന്ന് തലകുടഞ്ഞ് സിദ്ധാർത്ഥ് വേഗം അവിടെ നിന്ന് പോയി. സിദ്ധാർത്ഥ് പിന്നെ നേരെ പോയത് കളപ്പുരയിലെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. വൈദേഹി പോകുന്നവരെ എന്തായാലും തറവാട്ടിലേക്ക് പോകണ്ടെന്ന് അവൻ വിചാരിച്ചിരുന്നു.
കുറച്ചു നേരം തറവാട്ടിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് വൈദേഹി തന്നെ വീട്ടിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ ഭൈരവൻ പിന്നിൽ കൈകെട്ടി ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം മനസ്സിലായ അവൾ അയാൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ അകത്തേക്ക് കയറി. വൈദേഹി നിക്കവിടെ. ഉച്ചത്തിലുള്ള ഗർജനം കേട്ടപ്പോൾ വൈദേഹി അവിടെ നിന്നു. ബലി രൂപിക്കാൻ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വൈദേഹി. വേണ്ട, പറയണമെന്നില്ല. സിധു വേറെ കല്യാണം കഴിക്കാൻ പോയില്ലേ? പിന്നെ ഞാനവന് ചുംബിച്ചതിനെന്താ ഇത്ര കുഴപ്പം? വൈദേഹി, അവന്റെ കല്യാണം കഴിയുന്നവരെ നിന്റെ പരിശുദ്ധി നഷ്ടപ്പെടാൻ പാടില്ല. ഒന്ന് ചുംബിച്ചാൽ പരിശുദ്ധി നഷ്ടപ്പെടും അച്ഛാ? അത് എന്നാലും ഇല്ല, നഷ്ടപ്പെടില്ല. പിന്നെ അച്ഛൻ്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പോവാം. സിദ്ധാർത്ഥിന്റെ കല്യാണം കഴിയുന്നവരെ എൻ്റെ പരിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കുള്ളൂ. ഇത് അച്ഛൻ്റെ ഓർമ്മയിൽ ഇരുന്നോട്ടെ. വൈദേഹി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.